കോവിഷീൽഡിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി വന്നിരിക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജി സമർപ്പിച്ചത്. ഇതിന്റെ ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സഫോൻ പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ വിശാൽ തിവാരി സമർപ്പിച്ചിരിക്കുന്ന ഈ ഹർജിയിൽ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ കോവിഷീൽഡിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്നുള്ള കാര്യം കണ്ടെത്താനായിട്ട് വിദഗ്ധ സമിതിയെ നിയോഗിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. കാര്യം UK നടന്ന ഒരു കേസിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഇതിന് പാർശ്വഫലമുണ്ടെന്നും രക്തം വേഗം കട്ടിപിടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയുള്ള പല അസുഖങ്ങളിലേക്ക് നയിക്കാൻ, അതായത് മസ്തിഷ്കാഘാതം പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാനായിട്ട് ഇതിൻ്റെ ഉപയോഗം ഇടയാക്കുന്നു എന്നുള്ള ഒരു കാര്യം ഒരു പാർശ്വഫലമായിട്ട് തന്നെയാണ് കമ്പനി സമ്മതിച്ചിരിക്കുന്നത്. കമ്പനി തന്നെ ഇങ്ങനൊരു കുറ്റസമ്മത നടത്തിയ സ്ഥിതിക്ക് ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിച്ചിരിക്കുന്ന ഈ കോവിഷീൽഡിൻ്റെ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഉപയോഗിച്ചവരിൽ വിശദമായ ഒരു പരിശോധന നടത്തണമെന്നും അതിൻ്റെ ഒരു സാമ്പിളുകൾ എടുത്ത് വിശദമായ പരിശോധന നടത്താൻ വേണ്ടി സുപ്രീം കോടതി തന്നെ വിദഗ്ധരടങ്ങുന്ന ഒരു ടീമിനെ നിയോഗിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ഈ പരിശോധന നടത്തി കഴിയുമ്പോൾ നേരത്തെ ഇതുപോലെ അസുഖങ്ങളുണ്ടായി മരണപ്പെട്ടവർക്ക് പോലും അവരിൽ ഒരു പരിശോധന കൂടി നടത്തിയതിനു ശേഷം അവരുടെ രക്തസാമ്പിളുകൾ, അവരുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മെഡിക്കൽ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു രീതി കൂടി, ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ വിശാൽ തിവാരി ഹർജി സമർപ്പിച്ചിരിക്കുന്നത്.